കക്കൂസ് അതെന്നും ഒരു വില്ലനായി ഇന്ത്യൻ റെയിൽവേയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ കൊടുത്ത ഓരോ റേറ്റിംഗും നമ്മൾ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് നമ്മളൊരു 5 സ്റ്റാർ റേറ്റിംഗ് ആക്കി ഈ വീഡിയോയിൽ കൺവേർട്ട് ചെയ്യുന്നതുമായിരിക്കും കാർത്തിക് സൂര്യ സ്റ്റൈൽ. ആദ്യമേ തന്നെ കാർത്തിക് സൂര്യയോട് ഹാൻഡ്സ് ഓഫ് ബഡി. ഞാൻ ഇതിനു മുമ്പ് കാർത്തിക്കിന്റെ കുറെ വീഡിയോകൾ വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാർത്തിക്കിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് 101% എനിക്ക് ആ വ്യക്തിയോട് സപ്പോർട്ടായിട്ട് നിൽക്കാൻ തോന്നി. നല്ലത് കണ്ടാൽ നല്ലത് പറയണം, ചീത്തത് കണ്ടാൽ ചീത്തതും പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവന്റെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കാർത്തികിന്റെ ചാനലിൽ പോയി കാർത്തികിന്റെ ഈ ഒരു വീഡിയോ ഫുൾ വേർഷൻ നിങ്ങളൊന്ന് കാണുക. വളരെ നല്ലൊരു വീഡിയോ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു വീഡിയോ ആണ് കാർത്തിക് ചെയ്തിരിക്കുന്നത്. ഇതിന് അവനെ നിങ്ങൾ എല്ലാവരും പ്രശംസിക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എനിക്ക് സീരിയസ്ലി ലിറ്ററലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നു, ഹാൻഡ്സ് ഓഫ് ബഡി. നല്ലൊരു കാര്യം നീ ചെയ്തു. എല്ലാവർക്കും ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ നിങ്ങൾക്ക് കുറെ പേർക്ക് കാര്യം അറിയായിരിക്കും. കാർത്തിക് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തി. നമ്മുടെ കന്യാകുമാരി ടു ആസാമിലെ ദിബ്രുഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു 3 ദിവസം ദൈർഘ്യമുള്ള ഒരു ട്രെയിൻ യാത്ര. അപ്പം അതിലവൻ യാത്ര ചെയ്തത് ആ ഒരു ട്രെയിനിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ യാത്രക്കിടയ്ക്ക് അവന് ഓരോരോ ഡെയിലി എനിക്ക് തോന്നുന്നു ഓരോ വീഡിയോ വെച്ചിരുന്നുണ്ടായിരുന്നു, ചെറിയ ചെറിയ വീഡിയോ. ഇപ്പോഴാണ് കംപ്ലീറ്റ്ലി ഇന്നലെ വൈകുന്നേരം അവൻ ഈ ഒരു ട്രെയിനിന്റെ ഫുൾ ഒരു റിവ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 16-17 മിനിറ്റ് കണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു ട്രെയിൻ യാത്ര ഇവൻ ആ ഒരു ഡേയ്സ് ഇവൻ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഇവന്റെ ചാനലിൽ തന്നെ ചെറിയ ചെറിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്തൊരു വീഡിയോയിൽ ഇവൻ മറ്റേ ഹാൻഡ്സ് കഴിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവൻ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇവനെ എടുത്ത് എല്ലാവരും ഊക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും ഊക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതാണെന്ന് തന്നെ പറയണം. അതിനകത്ത് എനിക്ക് ഒരു മടിയില്ല. ഇന്നലത്തെ ഇവന്റെ ഈ വീഡിയോയിൽ കാർത്തി ഈ ഒരു ട്രെയിനിന്റെ റിവ്യൂ ചെയ്യാൻ നേരത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടു. ആൻഡ് അത് എല്ലാവരും ഒന്നും ചെയ്യത്തില്ലടോ, എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. അതിപ്പം കുറെ ആളുകൾ പറയുമായിരിക്കും അവൻ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അവൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. അറ്റ് ലാസ്റ്റ് അവൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്, അവന്റെ കണ്ടന്റ് ആണത്. പക്ഷെ അവൻ ആ ചെയ്തതിനകത്തുനിന്ന് 2 പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതും കൂടെ നമ്മൾ പറയണം. അത് അവനും അവന്റെ കുടുംബത്തിനും അല്ലാതെ അവനെ ചെയ്തതിനകത്തുനിന്ന് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. ഇനിയും എന്തായാലും ബാക്കി കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും. കാർത്തിക് ഈ ഒരു ട്രെയിൻ യാത്ര നടത്തിയപ്പോഴത്തേക്ക് ഈ ട്രെയിനിനെ പറ്റി ഗൂഗിളിൽ കിടക്കുന്ന റിവ്യൂ അവൻ കുറച്ച് വായിക്കുന്നുണ്ട്. എന്നിട്ട് ആ റിവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം അത് 1 റേറ്റിംഗിലൊക്കെ കിടക്കുന്ന ആ റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ അവന്റെ സ്റ്റൈലിൽ ഒരു 5 റേറ്റിംഗ് ആക്കി മാറ്റി കാണിക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ ക്ലീൻനെസ് ഇല്ലാത്തത് ക്ലീൻ ചെയ്ത് കാണിക്കുക, ഭക്ഷണം കൊള്ളാത്തത് അവൻ അന്നത്തെ ഒരു ദിവസം ഉച്ചക്കത്തെ ഫുഡ് അവൻ ആ ട്രെയിനിൽ അവന്റെ ബോഗിയിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് മെയിൻ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ബാക്കി എന്തായാലും വീഡിയോ കാണുക. നമ്മൾക്ക് സെക്കൻഡ് എ സിയിൽ ടിക്കറ്റ് ഉണ്ട്. സെക്കൻഡ് എ സിയുടെ ജനറൽ കമ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് എ സിയുടെ ഇതിന്റെ നടുക്കുള്ള വാതിൽ തുറന്നു നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാർ എ സിക്കകത്തോട്ട് അതിക്രമിച്ച് കയറുന്നുണ്ടായിരുന്നു ഒരുപാട്. ജനറൽ കമ്പാർട്ട്മെന്റ് അവന്മാർ തുറന്നിട്ടേക്കണം. ജനറൽ കമ്പാർട്ട്മെന്റ് ഒഴുക്ക് കണക്കിന് ആൾക്കാരോ നമ്മുടെ കക്കൂസ് കൊള്ളാം. അപ്പൊ അത് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കാണ് ഇതിന്റെ അകത്ത് ഒരു ടോൾ ഫ്രീ നമ്പർ. ഇത് സംഗതി എന്താണെന്നറിയാവോ? അതിനകത്ത് വന്ന അതായത് ഈ റേറ്റിംഗിനകത്ത് ഗൂഗിളിന്റെ റിവ്യൂവിനകത്ത് കിടക്കുന്ന ഒരു റിവ്യൂ ഇങ്ങനെയായിരുന്നു. അതായത് ഈ സെക്കൻഡ് ക്ലാസ് എന്നല്ല, സ്ലീപ്പറിലൊക്കെ ഒരുപാട് റഷ് ഉണ്ട്. സാധാരണ ഈ ടിക്കറ്റ് എടുത്ത ആൾക്കാരല്ലാത്ത ആളുകൾ പോലും അതിനകത്ത് ഇടിച്ച് കയറുന്നുണ്ട്. സ്ഥലമില്ല, ഭയങ്കര തിങ്ങിയൊക്കെയാണ് ആൾക്കാർ പോകുന്നതെന്നുള്ളൊരു റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാർത്തികനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആൾക്കാർ ഇടിച്ചു കയറുന്നുണ്ട്. അവൻ കിടന്ന സമയത്ത് തന്നെ അതിനകത്ത് ആൾക്കാർ ഇടിച്ചു കയറുന്നതും ഒക്കെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും അവന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ അവൻ 2-3 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എ സിയിലും സ്ലീപ്പറിലും ഒക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എ സിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ നമ്മുടെ ലോക്കൽ കമ്പാർട്ട്മെന്റ്. അപ്പൊ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആ ഒരു ഷട്ടർ തുറന്നിട്ട് ആൾക്കാർ എ സിയിലേക്ക് വന്നിട്ട് അവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തുറന്നു കിടക്കുന്ന ഷട്ടർ അടപ്പിക്കാൻ വേണ്ടി അവൻ അവിടുത്തെ കൺസേൺ ആൾക്കാരെ വിളിച്ചിട്ട് അത് അടപ്പിക്കുന്ന ഒരു സീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു തീർക്ക്. നമ്പർ എഴുതി കാണിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വിളിക്കണമെന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് കൈസ് അതിൽ കുത്തി ഒന്നും പറഞ്ഞിട്ട് വിളിച്ചു. എന്നിട്ട് അതിന്റെ അതോറിറ്റീസിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് ഇവിടെ അങ്ങോട്ടും ആൾക്കാർ കയറി പോകുന്നുണ്ട്, അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്താലേ പറ്റുള്ളൂ. കാരണം സെക്കൻഡ് എ സിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അതൊന്നുമില്ല. ഇത് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ തള്ളി കയറുകയാണ്. അപ്പൊ തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിന്റെ പ്രോപ്പർ അതോറിറ്റീസ് വന്ന് അവിടെ ഉണ്ടായിരുന്നമാരെല്ലാം പറക്കി വെളിയിൽ കളഞ്ഞ് ചെറിയ കലിപ്പൊക്കെ ആയി. എന്നിട്ട് അത് അവരെ അടച്ചിട്ട് ഒരു താക്കോലിട്ട് പൂട്ടി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും ആ ഡോർവേ ബ്ലോക്ക്ഡ്. സോ ആ ഒരു മിഷൻ നമ്മൾ അക്കോംപ്ലിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ 1 സ്റ്റാർ പ്രോബ്ലത്തെ നമ്മൾ 5 സ്റ്റാർ സൊല്യൂഷനിൽ കൊണ്ട്
വളരെ നല്ലൊരു കാര്യം തന്നെയല്ലേ അവനാ ചെയ്തത്. അവനാ ചെയ്തുകൊണ്ട് അവന് മാത്രമല്ല, ബാക്കി ആ AC കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്കും അവരുടെ ടോയ്ലറ്റ്, അതായത് ലോക്കലിൽ നിന്ന് എല്ലാവരും വന്ന് കയറി അത് വൃത്തികേടാക്കി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാരണം വളരെ നല്ലൊരു കാര്യം ഇവിടെ നടന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് അവനെ തെറി പറയാനായിട്ട് നീ കാശിന് വേണ്ടി അല്ലേടാ ചെയ്തത് എന്ന് ആ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാശ് കിട്ടും, അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അവനും അറിയാം, കാശ് കിട്ടും. പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടോ അവനാ ചെയ്യുന്നതിനകത്തുനിന്ന്? അപ്പൊ നല്ലതെന്ന് തന്നെ പറയണം, അല്ലാതെ മോശം പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഇനിയും അടുത്തൊരു സെഷൻ, അടുത്ത ഒരു റിവ്യൂ അയച്ചിട്ട് അവനൊരു പരിപാടി കാണിക്കുന്നുണ്ട്, കാണും. വാഷ് ബേസിനുകളാണെങ്കിൽ ക്ലോഗ് ആയിട്ട് അതിനകത്ത് വെള്ളം നിറഞ്ഞ് വേസ്റ്റും അതും ഒക്കെ അവിടെ കിടന്ന് ആടുന്നു. വേറെ വാഷ് ബേസിൽ നോക്കിയപ്പോഴത്തേക്കും പൈപ്പ് ലീക്ക് ആയിട്ട് വെള്ളം പൊക്കോണ്ടേ ഇരിക്കണം. ചില വാഷ് ബേസിന് ഇവർ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ മേളിൽ കൊല പഴിപ്പിക്കാൻ തൂക്കിയിട്ടേക്കുന്നു, ബാഗുകൾ തൂക്കിയിട്ടേക്കുന്നു. സോ യാ, 1 സ്റ്റാർ റിവ്യൂ വെൽ വർത്ത് ആണ്. ഇതിനെ നമുക്ക് 5 സ്റ്റാർ റിവ്യൂ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നേ ചെയ്യാനുള്ളൂ, സ്വന്തമായിട്ട് ഇറങ്ങുക, മാക്സിമം വൃത്തിയാക്കാൻ പറ്റുന്നത് വൃത്തിയാക്കുക. നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു മുതുക്ക് പച്ച കളർ ഗാർബേജ് ബാഗ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേസ്. അതും കൊണ്ട് ഈ കമ്പാർട്ട്മെന്റുകളെല്ലാം കയറി ഇറങ്ങി നിരങ്ങി നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു വലിയ കൂമ്പാരമാക്കി. അയ്യോ, ഇത് നമ്മുടെ ബിക്രയുടെ കമന്റിലുള്ള കുപ്പിയല്ലേ? നമുക്ക് കിട്ടിയ കേസ് കുപ്പി. ബിക്ര 1 സ്റ്റാർ കൊടുത്തിട്ട് എഴുതിയിരുന്ന വെരി വെരി ബാഡ്. ഒരുപാട് താമസിച്ചിട്ടാണ്. പിന്നെ ലിക്കർ ബോട്ടിൽ ആറിന്റെ ബാത്റൂം ഇൻ സെക്കൻഡ് AC എന്നാണ്. പക്ഷെ നമുക്ക് സീറ്റിന്റെ അടിയിൽ നിന്നാണ് കിട്ടിയത്. എന്തായാലും വിക്രയുടെ 1 സ്റ്റാർ കള്ളമല്ലെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. ഇനി ഇത് എവിടെ ഡിസ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതോറിറ്റീസിന്റെ പറഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് കളയാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കിടക്കുന്ന വാഷ് ബേസിന് നമ്മൾ കയ്യിലുണ്ടായിരുന്ന ബ്രഷും കൊണ്ടുവന്ന് വൃത്തിയാക്കി ഗ്ലാസ് നമ്മൾ തുടച്ച് നീറ്റാക്കി ഒരെണ്ണാക്കി നമുക്ക് ചെയ്യാനായിട്ടുള്ള ത്രാണിയുള്ളൂ ഗൈസ്. കാരണം അതിനും മാത്രം വാഷ് ബേസിനുകളുണ്ട് ഇവിടെ. എടാ, ഒരെണ്ണം തന്നെ ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റാറില്ല. ഇച്ചിരി മടിയാണ് നമുക്കൊക്കെ. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം തന്നെ വാഷിംഗ് ബേസിന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല. ആ ഒരു സാഹചര്യത്തില് ലൈക്ക് അവന്റെ കമ്പാർട്ട്മെന്റിലെ ആണെങ്കിൽ പോലും അവനൊരു ഒരു വാഷിംഗ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മൊത്തം ക്ലീൻ ചെയ്ത് സ്വരുക്കൂട്ടി അവിടുത്തെ അധികാരികൾക്കൊക്കെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആരെ കൊണ്ടും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇനിയും പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്തും നമ്മൾ വൃത്തികേടാക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം നമ്മൾ മലയാളികളും കയറി, അങ്ങനെയും പറയാൻ പറ്റത്തില്ല കേട്ടോ, ചില വൃത്തികേട് കാണിക്കുന്ന മലയാളികളുണ്ട്, ഇല്ലാത്തൊന്നും അല്ല. പക്ഷെ നോർത്തിലേക്കൊക്കെ നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാര് തന്നെയാണ് കൂടുതൽ വൃത്തികേടാക്കുന്നത്. പ്രത്യേകിച്ച് കാർത്തിയുടെ ഈ ഒരു വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, മറ്റേ തുപ്പി ഇടുന്നതും ട്രെയിനിന്റെ, അതൊക്കെ ലിറ്ററലി നമുക്ക് കാണാൻ പറ്റും. നോർത്തിലേക്കൊക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് ആളുകൾക്ക് ട്രെയിനിലൊക്കെ, ഡൽഹിയിലേക്കൊക്കെ പോകുന്ന ട്രെയിനിൽ നിങ്ങൾ നോക്കിയാൽ മതി. രാജധാനിയൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ചും കൂടെ വൃത്തിയാണ്. പക്ഷെ രാജധാനിയിൽ അത്ര വലിയ വിഷയം വരാറില്ല. പക്ഷെ ഈ കേരള എക്സ്പ്രസ് ഒക്കെ ഉണ്ടല്ലോ, എന്റെ മോനെ സഹിക്കുകയല്ല. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അയ്യോ അവസ്ഥാന്തരമാണ് അതിനകത്ത് പോകുന്നതൊക്കെ. ബാക്കി നമ്മൾ ചെക്ക് ചെയ്തു ടോയ്ലറ്റ്, ആൻഡ് പറയാതിരിക്കാൻ വയ്യ, വേസ്റ്റ് കണ്ടീഷനിൽ കിടക്കുകയാണ്. സ്ലീപ്പറിലെ ടോയ്ലറ്റ് ഞാൻ നോക്കാൻ പോയി, പക്ഷെ അതിന്റെ അകത്ത് 2-3 പേര് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതുപോലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്. ഈ 1 സ്റ്റാർ റേറ്റഡ് വേസ്റ്റ് റിവ്യൂവിനെ എങ്ങനെ 5 സ്റ്റാർ റേറ്റഡ് ആക്കാന്നുള്ള ചിന്ത എന്നെ അവിടെ കൊണ്ടെത്തിച്ചു സുഹൃത്തുക്കളെ. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ അങ്ങനെ ബ്രഷും ഹാർപ്പിക്കും അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാമായി ഞാൻ കക്കൂസ് കയറി. എന്റെ പൊന്നോ, അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്ത്യൻ ക്ലോസറ്റിന്റെ സൈഡിൽ അത്രയും അഴുക്ക്, അതിന്റെ ചുറ്റും ഒട്ടിച്ചേക്കുന്ന സിലിക്കൺ മൊത്തം അഴുക്ക്, അതിന്റെ സൈഡിലുള്ള ഡ്രെയിൻ അഴുക്ക്, അതിന്റെ ഹോൾ അഴുക്കില്ലാത്തൊരു ഭാഗം അതിനകത്തില്ല. അവിടുത്തെ വാഷ് ബേസിൻ നമ്മൾ നോക്കി അതും ഗതികെട്ട അവസ്ഥയിൽ. പിന്നെ വെള്ളം പിടിക്കാനായിട്ട് വെച്ചേക്കുന്ന മഗ്ഗിനകത്ത് ഒരു ഓന പൊത്തല്, അതിനകത്ത് വെള്ളം ചാടുന്നു. അത് മാത്രമല്ല ആ കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടാക്കിയ കാലത്ത് വാങ്ങിച്ചു വെച്ച കപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് ആൾക്കാർ സാധിക്കണമെന്ന് വരെ നമുക്ക് തോന്നി. അത്ര വൃത്തികെട്ടൊരു കപ്പ്. എന്തായാലും എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കർമ്മം അങ്ങോട്ട് തുടങ്ങി. ഹാർപ്പിക്ക് കടച്ചാതി എല്ലായിടത്തും ഒഴിച്ച് ബ്രഷും കൊണ്ട് ഞാനൊരു പിടി അങ്ങ് തുടങ്ങി. ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവിടെ കഴുകുന്നു, ഇവിടെ കഴുകുന്നു, എങ്ങനെയൊക്കെയോ ഞാൻ കഴുകി ആ കപ്പെടുത്ത് കഴുകി തുടങ്ങിയപ്പോൾ എന്റെ പൊന്നു കേസേ ഒരു നാറ്റം, ഒരു വാട അങ്ങോട്ട് അടിച്ച്. സത്യം പറയട്ടല്ലോ, ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഈ വിഷ്വല് മാത്രമേ കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ അനുഭവിച്ച നാറ്റം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ദൈവമേ, ആർക്കും ഈ അവസ്ഥ ഉണ്ടാക്കല്ലേ. എന്റെ പൊന്നു ഗൈസ്, നമ്മള് വന്ന് കയറിയ ടോയ്ലറ്റേ അല്ല അവസാനത്തെ ടോയ്ലറ്റ്. ഇതെന്താ ഇവിടെ ഉണ്ടായപ്പോ നമ്മൾ പുതിയൊരു കക്കൂസ് കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ ഈ ട്രെയിനിനകത്ത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു അറപ്പ് ഫീലിംഗ് തോന്നിയ എനിക്ക് തോന്നി കേട്ടാ. പ്രത്യേകിച്ച് ഈ വീഡിയോ ആദ്യമേ കണ്ടപ്പോ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് എഡിറ്റ് ചെയ്തെടുത്തപ്പോഴൊക്കെ എന്റെ പൊന്നെ 2 പ്രാവശ്യം ഓക്കാനിക്കാൻ വന്നു. അപ്പൊ അവനെ നമ്മൾ സമ്മതിക്കണ്ടേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ പറ, ഒരു 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യുവോ? ആരെങ്കിലും ചെയ്യുവോ? നിങ്ങൾ പറ. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറിയിട്ട് അതിനകത്ത് ടോയ്ലറ്റ് കഴുകുവോ? എന്തായാലും ഈ ഒരൊറ്റ വീഡിയോ അവന് 1 ലക്ഷം രൂപ ഒന്നും എന്തായാലും കിട്ടത്തില്ല. അപ്പോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ എഫേർട്ടിനെ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഞാൻ സമ്മതിച്ചു കൊടുക്കും കേട്ടോ. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഇതിനകത്ത് ഒരു രീതിയിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് പോലും ഇതിനകത്ത് അവനെ കണ്ടുപിടിച്ച് എനിക്ക് പറയാനില്ല. ഞാൻ വീണ്ടും പറയുന്നു, ബ്രോ, ഹാൻഡ്സ് ഓഫ് ഫോർ ദിസ് വാട്ട് യു ഹാവ് ഡൺ. കാരണം ഇത് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ ഒന്ന് കാണുക, റെയിൽവേ ഒക്കെ ഒന്ന് കാണ്. നിങ്ങളുടെ ടീമുകളൊന്നും ഇതൊന്നും കയറി ചെയ്യുന്നില്ല. ഒരുത്തൻ ബ്ലോഗ് എടുത്തവൻ നിങ്ങൾ പറയും കാശുണ്ടാക്കാൻ വേണ്ടി, ആ കാശുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അവനത് ചെയ്തടേ. ഒരു ബോഗിയിലെ കക്കൂസ് ആണെങ്കിലും അവൻ കഴുകി. ഇത് നിങ്ങള് എന്താ പറയണ്ടേ? ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ, ഇതൊന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ അവിടെ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ ആളുകൾ, അല്ലെങ്കിൽ സർക്കാരുടെ ഉണ്ടല്ലോ ആളുകൾ അവിടെ കേന്ദ്രത്തിൽ നിന്നൊക്കെ കാശ് മേടിക്കുന്നവന്മാർ, ഒന്ന് കാണുക. എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. നമ്മളെ കൊണ്ട് വീഡിയോ കാണുന്ന നിങ്ങളോടാണെങ്കിലും ശരി, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാക്സിമം ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വൃത്തികേടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ നമ്മൾ ട്രെയിനിനകത്തും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ട്. ഈ കുപ്പികളൊക്കെ, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. നമ്മുടെ ബാഗിൽ തന്നെ എടുത്ത് വെച്ചേക്കുക. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു വേസ്റ്റ് ബിൻ എന്തായാലും കാണും, അവിടെ ഇടുക. വൃത്തികേടാക്കാതിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു ഹാൻഡ്സ് ഓഫ്, ഞാൻ വീണ്ടും പറയുന്നു, 3-4 പ്രാവശ്യം പറഞ്ഞില്ലേ ഇപ്പൊ അവനൊരു ഹാൻഡ്സ് ഓഫ്. കാരണം നല്ല കാര്യമാണ് ചെയ്തത്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയുക. ഒരു ക്ലാപ്പും കൂടെ കൊടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും അവന് വേണ്ടിയിട്ടുള്ള ക്ലാപ്പ് ഈ ഒരു കമന്റ് ബോക്സിലും അങ്ങനെ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.